Hi everyone, I'm Gayatri. I'm an art entrepreneur and mindful practitioner. മൈൻഡ്ഫുൾ പ്രാക്ടീഷണർ എന്താണെന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. അതായത് ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആ മൊമെൻറ്റിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ്. 100% അങ്ങനെ നടക്കാറുണ്ട് ഞാൻ ഒരിക്കലും വാദിക്കില്ല. പക്ഷേ 90% അങ്ങനെ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ റിസൾട്ട് വളരെ എഫക്റ്റീവായിരിക്കും. അതായത് നമ്മൾ എന്ത് കാര്യവും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഏറ്റവും എഫക്റ്റീവാക്കി മാറ്റാൻ നമുക്ക് കഴിയും. ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, സിമ്പിൾ മൈൻഡ് ഗെയിമാണ്. അപ്പോൾ മൈൻഡ് എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിലാണ്. നമ്മളെ മനസ്സിലാക്കാൻ നമ്മൾക്കാണ് ഏറ്റവും നല്ലോണം കഴിയുക. ബാക്കിയുള്ളവർ എത്ര പറഞ്ഞാലും എനിക്ക് നിന്നെ അറിയാം അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ അറിയാം എന്നൊക്കെ പറഞ്ഞാലും ഒരു വ്യക്തിനെ ആ വ്യക്തി തന്നെയാണ് 100% മനസ്സിലാക്കാൻ കഴിയുള്ളൂ, ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. നമ്മളെപ്പോഴും എന്താ ചെയ്യുക? ബാക്കിയുള്ളവർ എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള കൺഫ്യൂഷനിൽ ജീവിക്കുന്നതാണ് ചെയ്യുന്നത്. പക്ഷെ അതല്ലല്ലോ ശരി. നമ്മൾ നമ്മളെ മനസ്സിലാക്കും, നമ്മൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ആണ് ആദ്യം ഫസ്റ്റ് നോക്കേണ്ടത്. ഞാൻ അങ്ങനെ എന്നെ ആക്സെപ്റ്റ് ചെയ്തും എന്നെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എവറി ഡേ ഇസ് എ ന്യൂ എക്സ്പീരിയൻസ്. നമ്മളെല്ലാവരും ദിവസവും നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും. ആർ യു ഹാപ്പി ഇൻസൈഡ്? ഡു യു ലവ് യുവർ സെൽഫ്? സെൽഫ് ലവ് നമ്മളെപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ്. അതിനെ മിക്കപ്പോഴും ഒരു മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുന്നൊരു വേർഡ് കൂടിയാണ്. സെൽഫ് ലവ്, സെൽഫിഷ്നെസ്, നോ, രണ്ടും ഡിഫറെൻറ്റ് വേർഡാണ്. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം എടുത്ത് മാറ്റി വയ്ക്കുക, നമ്മുടെ ഇഷ്ടങ്ങൾ ചെയ്യാനായിട്ട്, നമ്മളെ കെയർ ചെയ്യാനായിട്ട്, നമ്മളെ പാമ്പർ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് സമയം എടുത്ത് മാറ്റി വയ്ക്കുന്നതിനാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ സ്പെൻഡ് എ ഗുഡ് എമൗണ്ട് ഓഫ് ടൈം ടേക്കിംഗ് കെയർ ഓഫ് മൈ സെൽഫ്. എൻ്റെ ഡ്യൂട്ടീസ് ആസ് എ വൈഫ്, ആസ് എ ഡോക്ടർ, ആസ് എ മദർ, ആസ് എൻ ഓൺട്രപ്രണർ എല്ലാം ചെയ്യുന്നതിനോട് കൂടെ തന്നെ ഞാൻ എന്നൊരു വ്യക്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വളരെയധികം ശ്രമിക്കുന്ന ഒരാളാണ്. പണ്ടിങ്ങനെ ആയിരുന്നില്ല കേട്ടോ. എൻ്റെ ലൈഫിൽ ഒരു ചാലഞ്ച് വന്നപ്പോൾ ഞാൻ പഠിച്ച അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് സെൽഫ് ലവ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് നമ്മളൊരു പാറ്റേൺ ഓഫ് ലൈഫ് വേണം. അതായത് രാവിലെ എഴുന്നേൽക്കുന്നത് തൊട്ട് രാത്രി കിടക്കാൻ പോകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നോ അതായിരിക്കും നെക്സ്റ്റ് ഡേയിന് ഒരു എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ രാത്രി കിടക്കുമ്പോൾ വളരെ സന്തോഷം കാമായിട്ട് കിടക്കുമ്പോൾ പിറ്റേ ദിവസം വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് എഴുന്നേൽക്കാൻ പറ്റും. രാത്രി സന്തോഷമായി കിടന്നുറങ്ങണമെങ്കിൽ നമ്മൾ രാവിലെ ചെയ്യുന്ന ഓരോ കാര്യവും നല്ല എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതെങ്ങനെ ചെയ്യാൻ പറ്റുക? നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി ഇസ് വെരി മച്ച് കണക്റ്റഡ്. നമ്മുടെ ഫിസിക്കൽ സെൽഫിന്, നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമേ നമുക്ക് മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇമോഷണൽ ഹെൽത്ത്, ഇമോഷണൽ വെൽബീയിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നെവർ എൻ ഔട്ട്സൈഡ് ഗെയിം, ഇറ്റ്സ് എൻ ഇൻസൈഡ് ഗെയിം. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യമാണ് ഞാൻ സന്തോഷില്ല, എൻ്റെ കുട്ടികൾ, എൻ്റെ ഹസ്ബൻഡ്, അമ്മ, അച്ഛൻ ഇവർ ഒന്നും എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അവരൊന്നും എന്നിൽ സന്തുഷ്ടയല്ല. പക്ഷെ ആക്ച്വലി ഈ ഹാപ്പിനെസ് നമ്മളിലാണ് വേണ്ടത്. നമ്മളാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഹാപ്പിനെസ് നമ്മുടെ ചോയ്സാണ്, ബാക്കിയുള്ളവരുടെ അല്ല. ഇത് കേൾക്കുമ്പോൾ വളരെ ചിലവർ ഇതിനോട് എന്നോട് യോജിക്കാം. ഞാൻ എത്ര നല്ലോണം പെരുമാറിയിട്ടും ബാക്കിയുള്ള വ്യക്തികൾ നല്ലോണം പെരുമാറുന്നില്ല, അപ്പോൾ അവിടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇരിക്കുകയാണ്. പക്ഷേ എപ്പോഴും അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ കഴിയാൻ പറ്റുന്നത് ഡിഫിക്കൽട്ടാണ്. നമുക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റണം. ആ ബൗണ്ടറി സെറ്റിംഗ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതിന് ഏറ്റവും ആവശ്യം സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, ഈ രണ്ട് മന്ത്രാസാണ് എൻ്റെ ലൈഫിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ കിടക്കുന്നത് വരെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞല്ലോ, അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള കാര്യമാണ്, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഏത് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവർക്കും ഏത് സാഹചര്യത്തിലുള്ളവർക്കും സുഖമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് വളരെ എഫക്റ്റീവാണ്. നിങ്ങൾ പല ബുക്സിലും പല ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസിൻ്റെ ടോക്സും ഇത് ഓൾറെഡി കേട്ടതായിരിക്കും, നത്തിങ് ന്യൂ. ബട്ട് സിമ്പിൾ വേ ഞാൻ ചെയ്യുന്നത് എത്ര എഫക്റ്റീവ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഐ തോട്ട് ഓഫ് ഷെയറിങ് വിത്ത് യു ഓൾ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ്
അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് തിങ്, ഞാൻ കണ്ടുമുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഐ ഡോണ്ട് റഷ് ആൻഡ് തിങ്ക് ഓഫ് ദി തിങ്സ് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയല്ല. ഒരു നിമിഷം ഞാൻ സൈലൻ്റായി കാമായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ഡേ വണ്ടർഫുൾ ആയിരിക്കുമെന്ന് വിഷ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ ദിവസവും ചെയ്യുന്നൊരു വ്യക്തിയുമാണ്. അതുകൂടാതെ ഐ സ്ലീപ്പ് വിത്ത് മൈ പാർട്ട്ണർ, മൈ ഹസ്ബൻഡ്. അദ്ദേഹത്തിനെ ഐ ഹഗ് ആൻഡ് കിസ് ഹിം ആൻഡ് വി വിഷ് ഈച്ച് അതർ. ചിലപ്പോൾ ആൾ ഉറങ്ങായിരിക്കും കേട്ടോ, ഞാൻ നേരത്തെ എണീക്കുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം എണീറ്റുണ്ടാവില്ല, പക്ഷെ ഐ വിഷ് ഫ്രം മൈ ഹാർട്ട്. ആൻഡ് നമ്മൾ പുറത്തേക്ക് വിടുന്ന എനർജി, നമ്മൾ കണക്ട് ചെയ്യുന്ന ഏത് തോട്ട് പ്രോസസ്സിലാണോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അതുപോലെ ആയിരിക്കും അതിൻ്റെ റിസൾട്ടും വരും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, രാവിലെ എഴുന്നേൽക്കുന്നു, രാവിലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഐ ഡു യോഗ. യോഗ പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ഇൻ മൈ ലൈഫ്. അതെൻ്റെ ഫിസിക്കൽ സ്റ്റിഫ്നെസ് ഉണ്ടായിരുന്നു, അത് മാറ്റാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യാണ്. ഐ പ്രാക്ടീസ് യോഗ, ദെൻ മെഡിറ്റേഷൻ, ദെൻ ഐ സ്റ്റാർട്ട് മൈ ഡേ. രാവിലത്തെ കുട്ടികൾക്ക് പ്രിപ്പറേഷൻ കാര്യങ്ങൾ, ഫുഡ് പ്രിപ്പറേഷൻ, സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ രാവിലെ എനിക്ക് അവിടെ ഒരു ഗുഡ് എമൗണ്ട് ഓഫ് ടൈം, 1 hour ഞാൻ എനിക്ക് വേണ്ടി രാവിലെ കൊടുത്തു. ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുന്ന വ്യക്തിയാണ്. ഗെറ്റ് അപ്പ് അറൗണ്ട് 4:45, 5. രാവിലത്തെ സമയം ഇസ് വെരി എഫക്റ്റീവ്. നമ്മൾ പല സ്ഥലങ്ങളിലും എല്ലാവരും പറയുന്നതാണ്, രാവിലെ എഴുന്നേൽക്കുന്ന വ്യക്തികൾ, നേരത്തെ എഴുന്നേൽക്കുന്ന വ്യക്തികളുടെ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ എഫക്റ്റീവ് ആയിരിക്കും. അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് തന്നെ നോക്കിയാൽ ആ ഡിഫറൻസ് നിങ്ങൾക്ക് ലൈഫിൽ അറിയാൻ പറ്റും. കുറേ സമയം കയ്യിലുള്ളത് പോലെ തോന്നും. രാവിലെ നേരത്തെ എഴുന്നേറ്റു എന്ന് പറയുമ്പോൾ രാത്രി കഴിവതും നേരത്തെ കിടക്കാനായിട്ട് ശ്രമിക്കും വേണം. അപ്പോൾ നമ്മുടെ ലൈഫിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ ഐ മേക്ക് ഷുവർ ഞാൻ എനിക്ക് വേണ്ടി വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതായത് ഐ റീഡ് ബുക്സ്. ഞാൻ ഭയങ്കര ഒരു റീഡറാണെന്ന് ഒരിക്കലും പറയില്ല, പക്ഷേ ഐ എം സെലക്റ്റീവ് റീഡർ. ഐ റീഡ് ബുക്സ് എവറി ഡേ. ദ ബുക്സ് ഐ കണക്ട് ടു, ഐ ലവ് ടു റീഡ്. അതേപോലെ ഐ ഡു ജേർണലിങ്. ഞാൻ എഴുതി വെക്കാറുണ്ട് എൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതും എന്തെങ്കിലും ചെയ്യുന്നത്. ഐ ഡു ജേർണലിങ്. ആൻഡ് എൻഡ് ഓഫ് ദി ഡേ, രാത്രി കിടക്കുന്നതിന് മുന്നേ ഐ റൈറ്റ് എ ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട്. അതായത് ഇന്ന് എനിക്ക് ഹാപ്പിനെസ് തന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആയ കാര്യങ്ങൾ, ഐ ഹാവ് എ ഗുഡ് നമ്പർ ഓഫ് ലിസ്റ്റ് ഈച്ച് ഡേ. അത് ചെറിയ കാര്യമായിരിക്കാം, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കുട്ടികൾ അപ്രിഷ്യേറ്റ് ചെയ്തത് മുതൽ എന്തും ആയിരിക്കാം. അല്ലെങ്കിൽ ഞാൻ ഒരു റീൽ ഉണ്ടാക്കി, അത് വളരെ ഹാപ്പി, ഐ ഫെൽറ്റ് ഗുഡ്, ചിലപ്പോൾ അതായിരിക്കാം. ഇറ്റ് കുഡ് ബി വെരി സിമ്പിൾ തിങ്. ഐ മേക്ക് ഷുവർ ഐ ജോട്ട് ഇറ്റ് ഡൗൺ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരും തന്നെ അപ്രീഷിയേറ്റ് ചെയ്യില്ല. നമ്മളെ തന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ആരും സ്നേഹിക്കില്ല, നമുക്ക് ആരെയും സ്നേഹിക്കാനും പറ്റില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മൈൻഡ്ഫുള്ളായിട്ട് കഴിക്കാൻ നോക്കുക. കുടിക്കുന്ന വെള്ളം, എവറിഥിങ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദ തിങ്സ്. രാവിലെ എഴുന്നേച്ചാലും ഐ ടേക്ക് എ ഗുഡ് എമൗണ്ട് ഓഫ് വാട്ടർ. ആൻഡ് ത്രൂ ഔട്ട് ദ ഡേ, ഏത് ക്ലൈമറ്റ് ആണെങ്കിലും എൻഷുർ ഐ ടേക്ക് റെഗുലർ മിനിമം 12 glasses ഓഫ് വാട്ടർ ഐ എൻഷുർ ഐ ടേക്ക്. പിന്നെ ഫിസിക്കൽ എക്സസൈസസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇഷ്ടത്തോടു കൂടി ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നോക്കുക. ആൾക്കാരെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ബാക്കിയുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് കിട്ടുവാണെങ്കിൽ പ്ലീസ് ഡു ദാറ്റ്. നമ്മൾ ഇഷ്ടംമാതിരി വാട്സാപ്പ് ഗ്രൂപ്പിൽ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നത് ഇഷ്ടംമാതിരി വാട്സാപ്പ് ഗ്രൂപ്പിൽ മെമ്പേഴ്സാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് പറയുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിഞ്ഞ് അപ്രീഷിയേറ്റ് ദാറ്റ് പേഴ്സൺ വിത്ത് ലോട്ട്സ് ഓഫ് സിൻസിയറിറ്റി. അത് നിങ്ങൾക്ക് അതൊരു പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ യു അട്രാക്ട് ദാറ്റ്. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ, ബാക്കിയുള്ളവർ എങ്ങനെ നമ്മളോട് പെരുമാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതുപോലെ നമ്മൾ ഫസ്റ്റ് ഒന്ന് ഇനീഷ്യേറ്റീവ് ചെയ്തു, ഡിഫറൻസ് വിൽ കം. അതുപോലെ തന്നെ ഐ എൻഷുർ ദാറ്റ് മൈ കിഡ്സ് വെൻ ദേ ഗോ ടു സ്കൂൾ, അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടു കൂടി പറഞ്ഞയക്കാൻ വളരെയധികം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. അതേപോലെ തന്നെ മൈ ഹസ്ബൻഡ് ഗോസ് ടു ഓഫീസ്, വെൻ ഹി കംസ് ബാക്ക്, സ്പെൻഡ് ടൈം, ഹഗ് ദം, കിസ് ദം. അവർ തിരിച്ചു തരുമോ തരില്ലേ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ വൺസ് വി ഗിവ് വി ഗെറ്റ് ബാക്ക്. ഫസ്റ്റ് ഗിവിങ് ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മളെ സ്നേഹിക്കണം, എന്നാൽ മാത്രമേ ഇതെല്ലാം ചെയ്യാൻ പറ്റൂ. യു ഷുഡ് ഫീൽ യു ആർ എ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. നിങ്ങൾക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുള്ളൂ. എന്നാൽ മാത്രമേ ഗ്രാറ്റിറ്റ്യൂഡ്
യു ഫീൽ ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ്. നിങ്ങൾക്ക് ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കുകയല്ല ചെയ്യുക. അപ്പോൾ യു ക്രിയേറ്റ് എ മൈൻഡ് സെറ്റ് ഓഫ് ഗ്രേറ്റ്ഫുൾനെസ്, ഓർ നിങ്ങൾക്ക് ഉള്ളതിന് വളരെയധികം ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. അത് കൂടുതൽ കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ തന്നെ ക്രിയേറ്റ്, അബൻഡൻസിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. അതായത് നമ്മൾക്ക് എപ്പോഴും നമ്മൾ പറയണ കേൾക്കാം, നമുക്ക് ഇല്ല എന്ന് പറയുമ്പോൾ എപ്പോഴും ഇല്ലായ്മയാണ് അട്രാക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഉണ്ട് താങ്ക്ഫുൾ എന്ന് പറയുമ്പം വി ഗെറ്റ് അട്രാക്റ്റഡ് ടു ദാറ്റ്. എൻ്റെ ലൈഫിലെ ഓരോ എക്സ്പീരിയൻസസും ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഐ ബിലീവ് ഇറ്റ് ഹെൽപ്സ് എ ലോട്ട്. ആൻഡ് ഐ എം ഷുവർ വലിയ റോക്കറ്റ് സയൻസ് അല്ല, നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുക, നമ്മുടെ കുടുംബത്തിന് വേണ്ടി. പിന്നെ കമ്മ്യൂണിക്കേഷൻ, ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒപ്പം കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുക. എന്താണ് ഇന്നത്തെ സ്കൂളിൻ്റെ വിശേഷം, എന്തൊക്കെ കാര്യങ്ങളാണ്. അതേപോലെ ഹസ്ബൻഡിനോടായാലും ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫിനോടും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും, വൺ സൈഡ് അല്ലാത്തത് രണ്ടു പേർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. സമയം അവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഗാഡ്ജറ്റ്സ് എല്ലാം മാറ്റി വെച്ച് മുഖത്തോട് മുഖം നോക്കി കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഡെലിബറേറ്റ് എഫേർട്ട് എടുക്കുക. പിന്നെ നമുക്കൊരു രീതിയിലായിരിക്കാം നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് മാറാൻ പറ്റില്ല. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ ദിവസവും കുഞ്ഞു ചേഞ്ചസ് വരുത്തിക്കഴിഞ്ഞാൽ വലിയൊരു ചേഞ്ചിലേക്ക് നമ്മളെ നയിക്കും. So live happily by making small changes, while loving yourself and making this world and people around you more happy. More happy means you live a peaceful life. That's all we want, right? Thank you. Have a great day and a great life. Bye.